അടുത്തുള്ള സ്ട്രീറ്റ് റെസ്റ്റോറന്റ് ആൻഡ് കഫേയില് ഒരു പയ്യൻ ജോലി അന്വേഷിച്ച് വന്നു. ഒരു അന്യനാട്ടിൽ നിന്ന് വന്ന പയ്യനാണ്, ഗുജറാത്തിൽ നിന്നാണ് വരുന്നത്. എന്ത് ജോലി ഏറ്റെടുക്കാൻ റെഡിയാന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഒരാഴ്ച അവിടെ ജോലി എടുത്തതിന് ശേഷം പുള്ളി ഒന്ന് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞു. യെസ്, പക്ഷെ നാട്ടിൽ പോയ ക്ലീനിംഗ് ബോയ് ആയിട്ട് പോയ ആ പയ്യൻ തിരിച്ചു വന്നത് ആ ഒരു രൂപത്തിലും ഭാവത്തിലും അല്ലായിരുന്നു. അതേ രൂപത്തേ അല്ല. ഈ കഥ ഒന്നും കൂടെ വിശദമായി പറയുന്നു. ഈ കഥ നേരിട്ട് അനുഭവിച്ച സ്ട്രീറ്റ് റെസ്റ്റോറന്റിലെ ഓണറായ അൽ അമീൻ രാജ ഇപ്പോൾ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ലാസ്റ്റ് 25th പുള്ളിക്കാരൻ ഒരു ജോലി തേടി നമ്മുടെ ഷോപ്പിലോട്ട് വന്നത്. അപ്പൊ പുള്ളിക്കാരൻ 25th ജോലി തേടി വന്നു. പക്ഷെ അവിടെ ജോലി ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ ആദ്യത്തെ ദിവസം വന്നിട്ട് തിരിച്ചു പോയി. രണ്ടാമത്തെ ദിവസം വീണ്ടും വന്നു. മൂന്നാമത്തെ ദിവസം വീണ്ടും വന്നപ്പോഴാണ് പുള്ളിക്കാരന്റെ സംസാരിക്കാനുള്ള ഒരിട വന്നത്. പുള്ളിക്കാരന്റെ ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് ഗുജറാത്തിലാണ്. കറക്റ്റായിട്ട് വീടും പേരും പുള്ളിക്കാരന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ധ്രുവൽ ദോക്ലെ എന്നാണ്. ഓക്കെ, പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞത് ധ്രുവ് എന്ന് മാത്രമാണ്. സ്ഥലപ്പേരും ഗുജറാത്തിലെ സൂറത്താണെന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം പുള്ളിക്കാരന്റെ ഒരു പ്രൊഫൈലും കൊണ്ടാണ് പുള്ളിക്കാരൻ വന്നത്. +2 കഴിഞ്ഞു. +2 കഴിഞ്ഞിട്ട് വീട്ടില് സാമ്പത്തികമായിട്ട് വളരെ മോശമാണ്. ഒരു ജോലി സംബന്ധിച്ചിടത്തോളം എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ ആദ്യം വന്നത്. അതിനുശേഷം വേക്കൻസി ഇല്ലാന്ന് പറഞ്ഞപ്പോ സാലറി ഇപ്പം വേണ്ട, എന്റെ വർക്ക് കണ്ടിട്ട് തരാൻ പറ്റുന്നത് തന്നാൽ മതി, ഫുഡ് കഴിക്കാനെങ്കിലും ഉള്ള ഒരു തന്നാൽ മതി എന്ന് കേട്ടപ്പോഴാണ് പുള്ളിക്കാരന് 200 രൂപ വേതനത്തിൽ പുള്ളിക്കാരനെ ഞാൻ അവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കയറ്റിയത്. ക്ലീനിങ്ങും സർവീസിംഗ് എന്നുള്ള ഒരു ഫീൽഡിലാണ് ഞാൻ പുള്ളിക്കാരനെ കയറ്റിയത്. അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ പുള്ളിക്കാരന്റെ ഹോസ്പിറ്റാലിറ്റി കൊള്ളാന്ന് പറഞ്ഞിട്ടു നമുക്ക് തിരുവനന്തപുരത്ത് ട്രിവാൻഡ്രം എന്നൊരു പേജുണ്ട് ഫുഡിനെ പറ്റിയിട്ടുള്ള. അതില് കുറച്ചുപേര് ഇവനെ പറ്റി മോന്റെ പേര് വെച്ചിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റാലിറ്റി സ്ട്രീറ്റിലെ ഹോസ്പിറ്റാലിറ്റി കൊള്ളാം. നമുക്ക് ആ സ്ക്രീൻഷോട്ട് ഇപ്പോഴും വൈറലായിട്ടുണ്ടായിരുന്നു നമ്മുടെ FB-ലൊക്കെ. അതെ, അപ്പം നമ്മൾ തന്നെ സർപ്രൈസ് ആയിപ്പോയി. ഞാൻ ഓണേഴ്സ് തന്നെ നോക്കിയപ്പം ഫസ്റ്റ് ഡേ തന്നെ ഇത്രത്തോളം ഇമ്പ്രൂവ്മെന്റ്. അപ്പം പുള്ളിക്കാരന്റെ നമ്മൾ ചോദിക്കുമ്പോ പുള്ളിക്കാരൻ എനിക്ക് ഇഷ്ടമുള്ള ഈ ഫീൽഡാണെന്ന് മാത്രം പറഞ്ഞ് അവോയ്ഡ് ചെയ്യണം. കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വരുന്നില്ല. പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ഇപ്പം ഒരു 1 വീക്ക് നമ്മുടെ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. 1 വീക്ക് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു ഗ്രാൻഡ് മദറിന് സുഖമില്ലാന്ന് പുള്ളിക്കാരൻ പോയി. പുള്ളിക്കാരൻ പോയിട്ട് 9ാം തീയതി പുള്ളിക്കാരൻ വരാന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരൻ അതിനു മുന്നേ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഒരു കോളും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പോയി കാണുമെന്ന്. അങ്ങനെ 7ാം തീയതി കഴിഞ്ഞ വ്യാഴാഴ്ച ഗുജറാത്ത് നിന്ന് പുള്ളിക്കാരനല്ല വേറെ ഏതൊരു ഒഫീഷ്യൽ ടീം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറിന് ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ, അപ്പോയിന്റ്മെന്റ് വേണോന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ ഞാൻ വരാന്ന് പറഞ്ഞു. നമ്മൾ 2 മണിക്ക് നമ്മൾ ഓണേഴ്സ് എല്ലാരും കൂടെ അവിടെ എത്തിയപ്പോഴാണ് ഒഫീഷ്യൽസ് ഒരു 4-5 ഒരു മെർസിഡീസ് ബെൻസ്, പിന്നെ വിവാദയുടെ ഒഫീഷ്യൽസ് കാർ, പിന്നെ അവിടെ ലോക്കൽ ക്ലയൻസ് ട്രിവാൻഡ്രത്തുള്ള ഭീമ ജോയലുക്കാസൊക്കെയാണ് അവിടെ ലോക്കൽ ക്ലയൻസ് എന്ന് പറഞ്ഞത്. ആ ടീംസ് എല്ലാം കൂടെ നമ്മുടെ ഷോപ്പിലോട്ട് വരിയായിട്ട് വന്ന് നമ്മുടെ സെയിം നമ്മുടെ ഫിലിമുണ്ടല്ലോ ഗജനിയില് സ്വാമി വരുന്ന പോലെ പുള്ളിക്കാരൻ വരുവാണ്. ഒരാഴ്ച വരെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന പയ്യൻ ഈ ഒരു രീതിയിൽ വന്നപ്പോ നമ്മുടെ സ്റ്റാഫും ഞാനും നമ്മളെല്ലാരും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പുള്ളിക്കാരൻ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് നേരിട്ട് കണ്ടത്. എന്നിട്ട് എന്ത് സംസാരിച്ചു നിങ്ങൾ? ആദ്യത്തെ സംസാരം എങ്ങനെയായിരുന്നു? അതൊക്കെ എനിക്കറിയാം. അതെ, പുള്ളിക്കാരന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് ആദ്യം എങ്ങനെയായിരുന്നു പെരുമാറിയത് അതേ രീതിയിൽ അതേ സ്നേഹത്തോടെ തന്നെയാണ് പുള്ളിക്കാരൻ വന്നപ്പോഴും എല്ലാരടുത്തും എല്ലാം കാണിച്ചത്. പുള്ളിക്കാരൻ വന്ന ഉടനെ പുള്ളിക്കാരന്റെ എല്ലാരെയും കൊണ്ട് പുള്ളിക്കാരൻ വർക്ക് പ്ലേറ്റ് കഴുകിയിരുന്ന സ്ഥലം ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്തത്, ഇതാണ് സ്റ്റാഫ്, എല്ലാവരുടെയും നെയിമും എല്ലാവരുടെ ഭയങ്കര സ്നേഹത്തോടെയാണ് പുള്ളിക്കാരൻ പെരുമാറിയത്. പക്ഷെ അന്ന് പുള്ളിക്കാരൻ സ്വന്തമായിട്ട് പുള്ളിക്കാരന്റെ ഐഡന്റിറ്റി പറയാൻ താല്പര്യപ്പെട്ടില്ല. പുള്ളിക്കാരന്റെ പേഴ്സണൽ സെക്രട്ടറി മാനേജറൊക്കെയാണ് പുള്ളിക്കാരൻ. ഇതാണ് SRK, നമ്മൾ ആദ്യമായിട്ട് അത് പറയുമോ, SRK ഡയമണ്ട്സിന്റെ വൺ ഓഫ് ദ ഓണറിന്റെ മോനാണ് ധ്രുവൽ ദോക്ലെയ. പുള്ളിക്കാരൻ കറന്റ്ലി 2nd ഇയർ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ് ലണ്ടനിൽ. അതെ, പുള്ളിക്കാരന്റെ വേർത്ത് എന്ന് പറയുന്ന കറന്റ്ലി 4 ബില്യൺ ആണ് പുള്ളിക്കാരന്റെ ഫാമിലി. കറന്റ്ലി പുള്ളിക്കാരന്റെ ഇത് അറൌണ്ട് മോർ ദാൻ 12,000 crore വരുന്നത്. കേട്ടപ്പം തന്നെ നമ്മളൊന്നും അതിന്റെ 1% ഞാൻ പോലും പ്ലേറ്റ് എഴുതുന്നില്ല. ഇതൊന്ന് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അവരുടെ ഫാമിലി കൊടുക്കുന്ന ഒരു അസൈൻമെന്റ് ആണ്. താഴത്തെ നിലയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അസൈൻമെന്റ് ആണ്. ഇതിൽ ആക്ച്വലി ധ്രുവ് പറയുന്ന
ആള് പണ്ട് വേറെ ഏതൊരു റെസ്റ്റോറന്റിൽ ഇങ്ങനെ പോയിട്ട് ഒരു ന്യൂസ് ആയിരുന്നു. അതെ, ഇത് പക്ഷെ ധ്രുവലല്ല, ധ്രുവലിന്റെ കസിൻ ആണ്. ഓ സെയിം ഫാമിലിയിലുള്ള ഇവരിതെന്താ പരിപാടിയല്ലേ? കൊച്ചിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കൊച്ചിയില്. ആഹാ. ഓക്കെ. എന്നാ പുള്ളിയുടെ അടുത്ത കസിനോടൊന്ന് പറ ഇവിടെ വരാൻ. ഇവിടെ വളരെ സാധാരണ ജീവിതം നയിക്കുന്ന ഒരുപാട് ആർജീസ് ഉണ്ട്. ഉണ്ടല്ലേ? ഞാൻ അവിടോട്ട് ഇവിടെ ഡയമണ്ടും ഗോൾഡിനും നല്ല ബിസിനസ് ആണെന്നും കൊണ്ട് എടുത്ത് പറഞ്ഞു. അല്ല അമീൻ വേറെ കാര്യം കുറെ ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു, അത് ശരിയാണോ? അതെ അതെ, ഇപ്പം പുള്ളിക്കാരൻ അവിടെ നമ്മുടെ സ്ട്രീറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഈ അവസ്ഥകളൊക്കെ കേട്ടിട്ട് ഇവന്റെ അടുത്ത് ഒരുപാട് പേര് നമ്മുടെ സ്റ്റാഫ് എല്ലാരും നല്ല രീതിക്കാണ് അവന്റെ അടുത്ത് ഇടപഴകിയിരുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും നമ്മുടെ മാനേജർ എന്ന് പറഞ്ഞ പുള്ളിക്കാരന് ടിസോട്ടിന്റെ വാച്ച് 22,000 റുപ്പീസ്, പിന്നെ പ്ലേറ്റ് കഴിവാൻ പുള്ളിക്കാരൻ ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. പുള്ളിക്കാരന് അറൌണ്ട് 2 lakhs വേർത്തായിട്ടുള്ള ഡയമണ്ടിന്റെ കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുൾ സെറ്റും പുള്ളിക്കാരനും 22,000, പിന്നെ 17 സ്റ്റാഫിനും കൂടെ അറൌണ്ട് 2 lakhs റുപ്പീസ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ, ഇതൊരു പാടാണ്. അതായത് നാളെ ഒരാൾ ഒരു സഹായം ചോദിച്ച് വന്നു കഴിഞ്ഞാല് അതെ, വന്നു കയറുന്നത് മഹാലക്ഷ്മിയാണെന്ന് പറയാൻ പറ്റില്ല. പറ്റില്ല. ഉറപ്പായിട്ടും. അയ്യോ, ഈ പുള്ളിക്കാരന്റെ ഇതൊക്കെ കാണുമ്പം ഇനി നമ്മൾ സ്റ്റാഫിന്റെ ആ രീതിയിൽ മാത്രമാണ് ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് വരുന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളെ റെസ്റ്റോറന്റിൽ മറ്റേ എംപ്ലോയി ഓഫ് ദ മന്ത് ഒരു ഫോട്ടോയെങ്കിലും വെച്ചു കൊടുത്തേക്ക് പുള്ളിയുടെ. ഉറപ്പായിട്ടും.